പുന്നാരപ്പൂമിഴിയാള് തേനൂറും സുന്ദരിയവള് മക്കത്തെയോ മനമോള് മൊഞ്ചത്തി പെൺമണിയാള് പാത്തുമ്മ പെണ്ണവൾക്ക് നെഞ്ചകത്തൊരു മോഹമേകാൻ. പൊതുവേ രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ ഉള്ള വ്യക്തിത്വമാണോ അതോ? രാഷ്ട്രീയ കാഴ്ചപ്പാട് വ്യക്തമായൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടെന്നുള്ളൂ. രാഷ്ട്രീയ പ്രവർത്തകനല്ല ഞാൻ ആഗ്രഹിക്കുന്ന സംഭവം ഇത്രയുള്ളൂ. ഇല്ല, എല്ലാവരും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും കഷ്ടതകളൊക്കെ കണ്ടു. നമുക്ക് ഇവിടെ അങ്ങനെ ഇല്ല. മുസൽമാനെന്നോ മനുഷ്യൻ അത് മതിയെന്നേ അങ്ങനെ ജീവിക്കുക. ഈ ഗാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ചില ഉസ്താക്കന്മാരൊക്കെ ഇപ്പം അതിനെക്കുറിച്ച് വിവരിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നെ രണ്ടൊന്നും ഉസ്താക്കന്മാർ പ്രശസ്തരായ ആൾക്കാരൊക്കെ വിളിച്ചത്. ഉസ്താക്കന്മാരെ വിളിച്ച് എന്താ ചോദിച്ചേ? അല്ല, ഈ മക്കം എന്നുള്ള ഒരു വാക്ക് താങ്കളുടെ ഒരു ഗാനത്തിൽ വന്നാൽ ആർക്കാണ് പ്രശ്നം? എന്തായാലും ഈ പാട്ട് കൊണ്ട് ഞാൻ ആർക്കും ഒരു വിരോധം ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയ പാട്ടൊന്നും. അതായത് നമ്മുടെ വേടൻ ട്രെൻഡ് ആയത് എങ്ങനെയാണ്? ചെല്ലക്കാറ്റാ വഴി വന്നോ ചൊല്ലിയച്ചോരൻ ഇഷ്ടം പറഞ്ഞോ ചാരേ വന്നു കാതോരം മോഹമേ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം തന്നാൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ഗാനം ചിട്ടപ്പെടുത്തി വെക്കാൻ സാധിക്കും. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് 3 മിനിറ്റ് കൊണ്ട് എഴുതിയ കവിതയിൽ എന്ത് തെറ്റുണ്ടല്ലോ ജനങ്ങൾ സഹിക്കും, പൊറുക്കും. ഈ അനാഥരായവർക്ക് അച്ഛൻ്റെയും അമ്മയുടെയും വില അറിയാം അല്ലേ? അവർക്ക് അച്ഛനും അമ്മയും എത്രത്തോളം എന്താ പറയുക, പകരം വെക്കാൻ കഴിയാത്ത അമൂല്യമായിട്ടുള്ള രത്നങ്ങൾക്ക് തുല്യമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ അതുപോലെ തന്നെ അവർക്ക് പട്ടിയുടെ വില പോലും നൽകാതെ ഓരോ വൃദ്ധസനത്തെ കൊണ്ട് പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന ഒരു സമൂഹം ഇന്ന് അവരൊക്കെ കാണുക. എത്രത്തോളം ഇത് നമ്മുടെയൊക്കെ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഇതുപോലുള്ള സംവാദങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇൻ്റർവ്യൂവിലൂടെ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഏറ്റവും വലിയ മെസ്സേജുകൾ. താങ്കൾക്ക് പോലും അമ്മയെന്ന് പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞില്ലേ? അപ്പോൾ എത്രത്തോളം അതാണ് സ്നേഹത്തിൻ്റെ ഇതാണ്. അതൊക്കെ ഓരോ ജനങ്ങൾ മനസ്സിലാക്കട്ടെ, ജനങ്ങൾ വിലയിരുത്തട്ടെ അല്ലേ? അതിനുശേഷം പിന്നീട് ഓരോരോ ഗാനങ്ങൾ ഇങ്ങനെ പയ്യെ ചിട്ടപ്പെടുത്തി വന്നു. ആൽബം സോങ്സ് അല്ലെങ്കിൽ അങ്ങനെ ഇതിൻ്റെ ആൽബത്തിലേക്ക് ആയിട്ട് മാത്രം എഴുതിയതല്ല, ഞാൻ എഴുതി വെച്ചേക്കുന്ന പാട്ടുകൾ ഒരുപാട്. പിന്നെ ഞാൻ അന്വേഷണം തുടങ്ങി. പിന്നെ യൂട്യൂബാണ് എൻ്റെ ഗുരു ശരിക്കും. പുല്ലാങ്കുഴലായാലും തബലക്ക് ഹരിഹരൻ നായർ നമ്മൾ സുഖദേവ് സാർ എന്നൊരു സാറുണ്ടായിരുന്നു പഠിപ്പിച്ചു തുടങ്ങിയത്. പിന്നെ യൂട്യൂബാണ്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം, രാഗങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഞാൻ സ്വയമായിട്ട് തുടങ്ങി. അങ്ങനെ യൂട്യൂബിൽ നിന്ന് എന്നുള്ള പ്രാക്ടീസ്, കഠിനമായ പ്രാക്ടീസ്. അല്ലാതെ ഗാനം അല്ലെങ്കിൽ സംഗീതം കൃത്യമായിട്ട് അഭ്യസിച്ചിട്ടില്ല. ഇല്ല, ഇങ്ങനെ ഓരോരുത്തരിൽ നിന്ന് കേട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതിനാഴത്തിൽ അന്വേഷിച്ചപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇപ്പോഴും പൂർണ്ണമല്ല, എനിക്ക് കിട്ടാവുന്ന അറിവ് വെച്ച് ചെയ്യുന്ന പാട്ടുകളാണ് ഇതൊക്കെ. ഇപ്പം MG ശ്രീനിവാസ് സാറിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ആള് ഭക്തിഗാനങ്ങളിലൊക്കെ ഭയങ്കര തെറ്റപ്പാണ്. ആളെ കണ്ട് ഞാൻ എഴുതിയൊരു പാട്ടുണ്ട്. എന്താണ് പാടും? അത് മേലെ മേലെ മാമല മേലെ മലവാഴും എന്നയ്യപ്പ, അഖിലാണ്ടം കാക്കും പരബ്രഹ്മമല്ലേ അഭിലാഷം നിന്നെ കാണാൻ, എന്നഭിലാഷം നിന്നെ കാണാൻ. മലകേറി തളരുമ്പോൾ അടിയങ്ങൾ വലയുമ്പോൾ കുടിനീരായി തെളിയണം പമ്പേ, മലയോരം ഇരുളുമ്പോൾ വഴിയെല്ലാം മറയുമ്പോൾ മിഴിയോരത്തണയണം സ്വാമി. മനം നിറയെ മോഹം പേറി മല കയറാൻ വരുമ്പോൾ മറയരുതേ കണ്ണിൽ നിന്നും മതി വരുവോളം എന്നയ്യാ. മായയാ മോഹിനി സുതനാമയ്യ മണികണ്ഠ ശരണം, ശ്രീമണികണ്ഠ ശരണം. അയ്യപ്പ ഭക്തിഗാനം അല്ലേ? അതെ. ഇതൊക്കെ ഇങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുള്ളൂ, ഇറങ്ങി ഒന്നും ചെയ്തിട്ടില്ല ഈ പാട്ടൊന്നും. ആള് പാടണ കേട്ടിട്ട് ആളെ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കേണ്ട എഴുതിയൊരു പാട്ടാണ്. അയ്യപ്പ ഭക്തനാണോ? ഈശ്വരവിശ്വാസിയാണോ? ഈശ്വരവിശ്വാസിയാണ്. എന്നാൽ ഒരു CPM അനുഭാവിയാണ്. അതെ. കടുത്ത ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. അതെ. നിങ്ങളുടെ എനിക്ക് തോന്നുന്നത് അഴീക്കോടല്ലേ സ്ഥലം? എവിടെയാന്ന് പറഞ്ഞ കൊടുങ്ങല്ലൂർ അഴീക്കോട് റിയാഡ് ചേരമാണ്. അഴീക്കോടൊക്കെ എനിക്ക് തോന്നുന്നു പാർട്ടി ഗ്രാമമാണ്, CPMന്റെ പാർട്ടി ഗ്രാമമാണ്. ഇത്തവണ ഇലക്ഷൻ ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ, എന്താണ് അവിടുത്തെ അവസ്ഥ? അവിടെ
അവിടെ LDF ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിജയിച്ചിരിക്കുന്നത്. ജയിച്ചിരിക്കുന്നത് പഞ്ചായത്ത് ഭരണം LDF ആയിരുന്നു, അടുത്ത് ഇപ്പോൾ വരുന്നത് LDF ആണ്. LDF തന്നെ. അതവിടെ മുനിസിപ്പാലിറ്റിയും LDF തന്നെ സംഭവം. അവിടെ കോട്ടകൊത്തളങ്ങളൊന്നും തകരില്ലാത്ത കോട്ടകൊത്തളങ്ങളാണ്. അങ്ങനെയാണ് അവിടെ കണ്ടുവരുന്നത് സംഭവം. പൊതുവേ എന്താ രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ ഉള്ള വ്യക്തിത്വമാണോ അതോ? രാഷ്ട്രീയ കാഴ്ചപ്പാട് വ്യക്തമായൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടെന്നുള്ളൂ. രാഷ്ട്രീയ പ്രവർത്തകനല്ല ഞാൻ, അങ്ങനെ പോകാറില്ല. രാഷ്ട്രീയം നമുക്ക് നമ്മുടേതായ രാഷ്ട്രീയമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ താങ്കൾ, എനിക്ക് തോന്നുന്നത് താങ്കളുടെ ഇപ്പോൾ ഈ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ ചർച്ചാ വിഷയമായിരിക്കുന്ന മക്കത്തെ മംഗലരാവ് എന്ന് പറയുന്ന ഗാനവും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു രാഷ്ട്രീയം അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ആ രാഷ്ട്രീയം? താങ്കൾ തന്നെ ജനങ്ങളിലേക്ക്, എനിക്ക് മനസ്സിലായ എന്താണ് രാഷ്ട്രീയം എന്നുള്ളത്, താങ്കൾ തന്നെ ജനങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ചെകുടി അത് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. അതിൻ്റെ അകത്ത് ഇവിടെ ഇപ്പം എൻ്റെ വീടിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നത്. എൻ്റെ വീടിൻ്റെ അവിടെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മുസ്ലിങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്. ഷാലി, ഷാജു, മോമാലിക്ക, സഫീത്ത, മരിച്ചൊരു സഖാവുണ്ട് സഖീർ, അദ്ദേഹത്തെ കുറിച്ചൊരു പാട്ടൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. സഖീർക്ക, രാമചേട്ടൻ, അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ഇനിയിപ്പോൾ ക്രിസ്മസ് വന്നാലും നമ്മുടെ കേരളത്തിന്റെ നമ്മൾ ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടുകൾ പാടി ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോഴും ഒന്നാണെന്നുള്ളൊരു സംഭവത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും പറ്റിയാലും എനിക്കൊരാവശ്യം വന്നാലും അപ്പുറത്തെ ആവശ്യം വന്നാലും അന്യോന്യം അങ്ങനെ ഇങ്ങോട്ടൊക്കെ സഹകരിക്കുന്ന ഒരു കുടുംബങ്ങളും അങ്ങനെ ജീവിച്ചു പോകുന്ന രീതിയാണ് നമ്മുടെ പ്രദേശങ്ങൾ മൊത്തത്തിലുള്ളത്. ആ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും മാറി വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് മുസൽമാൻ, ഹൈന്ദവൻ, ക്രൈസ്തവൻ എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. മതം എന്നുള്ള സംഭവത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളിൽ ഇപ്പോൾ സുനിൽപ്പികളയുടെ ഒക്കെ നടന്ന പ്രസംഗങ്ങളിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്താണ് മതം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആധികാരികം അറിവില്ലെങ്കിലും അവരെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു സംഭവമുണ്ട്. അതിനകത്തൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് കേൾക്കുന്നവർക്കില്ല. അല്ല, സുനിൽപ്പിയുടെ ഒക്കെ നിരീശ്വരവാദിയാണ്. നമ്മൾ മതത്തിനാരും എതിരല്ല, ഈ അന്ധമായ മതവിശ്വാസത്തിനോട് നമ്മൾ തീവ്രമാകുന്നതിനോട്, മതത്തെ തീവ്രമായിട്ട് കാണുന്ന രീതിയോട് സ്വതവേ ആയിരിക്കും താല്പര്യം, അതേമാതിരി താല്പര്യം എനിക്കില്ല. അല്ല, അങ്ങനെ ഉള്ളവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരാണ് ഈ ഭിന്നത ഉണ്ടാക്കുന്നത്. അവരാണ് ഈ ക്രൈസ്തവ സമൂഹത്തിലാണെങ്കിൽ കാസ, അതുപോലെ മുസ്ലിം വിഭാഗത്തിലാണെങ്കിൽ SDPI, ഹൈന്ദവ വിഭാഗത്തിലാണ് RSS. ഇത്തരത്തിലുള്ളവരാണ് ഈ തീവ്ര നിലപാടുകൾ ജനങ്ങളിലേക്ക് ഉരുത്തിരിപ്പിച്ച് വിട്ട് ഈ തോളോട് തോൾ കൈയിട്ട് നടക്കുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിങ്ങൾക്കിടയിൽ വർഗീയതയുടെ വിഷവിത്തുകൾ തൂക്കി ഇടുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇവരാണ്. ഇതിപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഇടയിലേക്ക് വ്യാപിക്കുന്നുണ്ടെന്നുള്ള തെളിവാണ് ഈ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലവും എന്ന് വേണമെങ്കിൽ സൂചിപ്പിച്ചു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് SDPയും സീറ്റ് പിടിച്ചിട്ടുണ്ട്, BJPയും സീറ്റ് പിടിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന സംഭവം ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് എല്ലാവരും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും കഷ്ടതകളൊക്കെ കണ്ടും നമുക്ക് ഇവിടെ അങ്ങനെ ഇല്ല, മുസൽമാനെന്നോ മനുഷ്യൻ അത് മതിയെന്നേ, അങ്ങനെ ജീവിക്കുക. മതമേതായാലും അതെ, അങ്ങനെ ജീവിച്ചാൽ മതി. അതാണ് എൻ്റെ ഈ പാട്ടിൻ്റെയും ഇനി എഴുതാൻ പോകുന്ന പാട്ടുകളിൽ, എഴുതിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളുടെ ഉദ്ദേശം അതാണ്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ തമ്മിൽ തല്ലാനുള്ള സംഭവങ്ങളൊന്നും വേണ്ട എന്നുള്ള ചിന്താഗതി മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് എൻ്റെതായ രാഷ്ട്രീയം ഉണ്ടെങ്കിലും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒന്നിനും ഞാൻ എതിരല്ല, അതെല്ലാം വേണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഓരോരുത്തരും അവരിഷ്ടമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിൽ ജീവിച്ചോട്ടെ, നമ്മൾ അതിനെ എതിർക്കണമെന്നതിന് എൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. അതില്ലാണ്ടിരിക്കട്ടെ. എന്തായാലും ഈ പാട്ട് കൊണ്ട് ഞാൻ ആർക്കും ഒരു വിദ്വേഷ വിരോധം ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയ പാട്ടൊന്നുമില്ല, നന്മ ഉദ്ദേശിച്ച് മാത്രം എഴുതിയതാണ്. അതെല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും എനിക്കുള്ളൊരു സംശയം എന്ന് പറയുന്നത്, ഈ ഗാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് സംഭവിച്ചത്. എന്തായിരുന്നു അത്? നബിയുടെ പാട്ടാണെന്നുള്ള ധാരണ. ഇത് നബിയുടെ പാട്ടല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ നടന്നു വരുന്ന ആചരിച്ചു വരുന്ന ഒരു വിളക്ക് പരിപാടിക്ക് ഈ രണ്ട് മുസൽമാനും ഹൈന്ദവൻ എന്നുള്ള മതസൗഹാർദ്ദത്തിന്റെ ഇത് കാണിക്കാൻ രണ്ട് കഥാപാത്രങ്ങളുണ്ട്, അയ്യപ്പനും ബാബരും. അവരൊന്നാണ്. ഇപ്പൊ ആ വിളക്കിന് തന്നെ പങ്കെടുക്കുന്നവര് മൊത്തത്തില് എല്ലാവരും, എല്ലാ ജാതിക്കാരും ഉണ്ട്, നാനാജാതിക്കാരും ഇതിൻ്റെ അകത്ത്. മുസ്ലിങ്ങളുണ്ട്, ഹൈന്ദവരുണ്ട്, അതേമാതിരി തന്നെ ക്രൈസ്തവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അവരിനകത്ത് വഴിപാടുകൾ കൊടുക്കുന്നുണ്ട്, എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പാട്ടുകൾ കേൾക്കാൻ വരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുമിച്ചുള്ളൊരു സമ്പ്രദായമാണ് അവിടെ ഇപ്പം നടന്നുവരുന്ന ആചരിക്കുന്ന വിളക്കുകളൊക്കെ ഉള്ളത്. ആ പരിപാടി നിലനിൽക്കുന്നുണ്ട് അവിടെ. അതൊന്നും കാണാതെ
അത് അതിൻ്റെ അകത്തുള്ള 2 കഥാപാത്രങ്ങളാണ് അയ്യപ്പനും ബാവരും. അവരെ കുറിച്ചാണ് ഈ പാട്ട്, അല്ലാണ്ട് നബിയുടെ പാട്ടോ ഒന്നുമില്ല. അതിപ്പോൾ ചില ഉസ്താദന്മാരൊക്കെ ഇപ്പം അതിനെ കുറിച്ച് വിവരിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നെ 2 ഉസ്താദന്മാർ പ്രശസ്തരായ ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ആ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചോദിച്ചേ? എന്നോട് ചോദിച്ചത് ഈ മക്കം എങ്ങനെ വന്നെന്നാണ് ചോദിച്ചില്ല. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ വ്യക്തമായി ഇത് പറഞ്ഞു കൊടുത്തു. ഈ മക്കം പോൽ സ്ഥാനത്തിൽ എന്നുള്ളത് അല്ല, അവൻ ഞാൻ ചോദിക്കുന്ന ഉസ്താദന്മാരെ വിളിച്ച് ഒരു രോഷാകുലമായ രീതിയിലാണ് ഇല്ല അങ്ങനൊന്നുമില്ല. അവര് നല്ല രീതിയിൽ അതറിയാൻ വേണ്ടി ആദ്യം അഭിനന്ദനം അറിയിച്ചിട്ടാണ് അവരെന്നോട് സംസാരിക്കുന്നത്. ഇത് അവരെ തറവാട്ടും പേരാണെന്നുള്ള സംഭവമാണ് അതിനകത്ത് പറയുന്നത്. എന്താണ് അവരെന്താ വിളിച്ചെങ്ങനെ അവരെന്താണ് അവരോട് ചോദിച്ചു മക്കം എന്നുള്ളത് പ്രതീക്ഷ ഇത് മക്കം എന്നുള്ളത് എങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നതെന്ന് ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ മക്കംപുരയിൽ ഇസ്മായിൽ എന്ന് പറയുന്ന തറവാട്ടും പേരാണ് ബാബർക്കുള്ളത്. മക്കംപുരയിൽ ഇസ്മായിൽ എന്ന പേരിലാണ് പേര് അറിയപ്പെടുന്നത്. അത് ഞാൻ എൻ്റെ അറിവ് പരിമിതമായിരുന്നു. അതൊരു ഉസ്താദ് തന്നെ പറഞ്ഞ അറിവാണ് ഞാൻ പറഞ്ഞത്. അതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരിക്കലും ഇതിന്റെ ഇവിടെ പാട്ടല്ല എന്നുള്ളത് അറിയണം, എല്ലാവരും അറിയണം. പിന്നെ അവര് തന്നെ ഇപ്പൊ എല്ലാവരും തിരുത്തുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ ഇവിടെ പാട്ടല്ല, ഇത് വാവരും അയ്യപ്പനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള പാട്ടാണ്, മധുസൗഹൃദത്തിന്റെ പാട്ടാണ്. ഇപ്പൊ അത് വിവരിച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ ചുമ്മാ അനാവശ്യ വിവാദങ്ങളിലേക്ക് കിടക്കണ്ടെന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് മൗലവിമാർ തന്നെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? പിന്നും അതിനെ കുറിച്ച് ഡിബേറ്റ് ഞാൻ കണ്ടു. അല്ല, ഈ മക്കം എന്നുള്ള ഒരു വാക്ക് താങ്കളുടെ ഒരു ഗാനത്തിൽ വന്നാൽ ആർക്കാണ് പ്രശ്നം? പ്രശ്നമുണ്ടെന്ന് എല്ലാവരും പറയുന്നു. മക്കം കൂട്ടി എത്രയോ പാട്ടുകൾ, ജബലുകൾ, കിടുകിടുത്ത എന്നൊരു പാട്ടുണ്ട്, മക്കം കൂട്ടി ഒരുപാട് ഗാനങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് പാട്ടുണ്ട്. അത് പിന്നെ എന്താണ്, ആർക്കാണ് പ്രശ്നം? അങ്ങനെ ഒരു വാക്ക് അവിടെ വന്നെന്ന് പറഞ്ഞാൽ മക്ക മദീന എന്ന് പറയുന്ന ഒരു 2 വാക്കുകൾ വന്നെന്ന് പറഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? അത് നബിയുടെ പാട്ടാണെന്നുള്ള തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള മറ്റുള്ള ഇത് നബിയുടെ ഗാനമാണെങ്കിൽ തന്നെ എന്താണ് കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നബിയുടെ കഥയിൽ അല്ല, ഇത് നബിയുടെ ഗാനമാണെങ്കിൽ ഇത് ആർക്കാണ് പ്രശ്നം? എന്താണ് പ്രശ്നം? എന്തായിരുന്നു ഇതിന്റെ വിവാദകരമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്? ഈ മക്കവും ഇത് നബിയുടെ ഗാനം എന്നുള്ളതാണല്ലോ. അത് ഈ വിവാദമാക്കാനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഭജന ഗാനമായതുകൊണ്ടാണോ? അല്ലല്ല, അതോ ക്ഷേത്രത്തിൽ പാടിയതാണോ? വെച്ചിട്ടുണ്ടെങ്കിലേ അത് ഈ നബിയുടെ കഥയിൽ ഇങ്ങനൊരു കഥയില്ല എന്നാണ് അവർ പറയുന്നത്. സംഭവം നബിയിൽ ഇങ്ങനെ ഒരു കഥയില്ല. ഖദീജ ബീബി അങ്ങനെ ഒരു കഥയില്ല. സംഭവം ഇത് ഖദീജ എന്ന് പറയുന്ന വാക്കും വരുന്നുണ്ടല്ലോ അല്ലേ? ഖദീജ അവരുടെ പാത്തുവിന്റെ ഉമ്മ ഖദീജ, വാവറിന്റെ എന്താ അവരമ്മായിയമ്മ, അതാണ് അമ്മായിയമ്മയാണ്. പക്ഷെ എന്താ ഇസ്ലാമിക വീക്ഷണം വെച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, ആദ്യത്തെ ഭാര്യയാണ്. അതാണ് അവിടെയാണ് ഇവിടെ തെറ്റിദ്ധാരണ. അത് ആ കഥ സത്യമാണ്. അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഇസ്ലാമിക ഈ കഥയിൽ വന്നിരിക്കുന്ന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വാവരും അയ്യപ്പനും പാത്തുമ്മയും ഈ ഖദീജയും ഈ ആലിക്കുട്ടിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് സംഭവം പറയുന്നത്. തെറ്റിദ്ധാരണ വന്നതിന്റെ പേരിലാണ് ഇത് ഭയങ്കര ചർച്ചാ വിഷയം. അല്ലാതെ ക്ഷേത്രത്തിൽ പാടിയത് കൊണ്ടൊന്നുമല്ലല്ലോ. അങ്ങനൊന്നുമില്ല. ക്ഷേത്രത്തിൽ പാടിയ സാഹോദര്യമല്ലേ, മതസൗഹാർദ്ദമല്ലേ, അത് അങ്ങനെ വേണം ജനങ്ങൾ പാടിയനിപ്പോ എല്ലാവരും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മുസ്ലിം. പിന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇപ്പൊ തന്നെ ഓരോരുത്തർ കണ്ടില്ലേ, നമ്മുടെ മതസൗഹാർദ്ദം ഇതാണെന്നും പറഞ്ഞിട്ടൊക്കെയുള്ള ഡിബേറ്റ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. കാലത്തൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു, കണ്ടിരുന്നു. അപ്പൊ അതിനകത്തും പറയുന്നത് ഇങ്ങനെയാണ്, ഇതാണ് കേരളം എന്നും പറഞ്ഞിട്ട്. നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇതിലൂടെയെങ്കിലും ഇനി വരുന്ന ദുരന്തങ്ങൾ ഇല്ലാണ്ടിരിക്കട്ടെ. അങ്ങനെ മനുഷ്യർക്ക് എല്ലാവർക്കും തോന്നട്ടെ എന്നുള്ള മനുഷ്യർ നമ്മൾ ആഗ്രഹിക്കുന്ന സംഭവം അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ. ഇനിയിപ്പം പുതിയ ഗാനങ്ങളും ഇത്തരത്തിലുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള, അതായത് നമ്മുടെ വേടൻ ട്രെൻഡായത് എങ്ങനെയാണ്? വേടന്റെ ഗാനങ്ങൾ കൊണ്ട് മാത്രമല്ല, വേടൻ ആ ഗാനത്തിലൂടെ പറയുന്ന രാഷ്ട്രീയം കൂടി കൊണ്ടാണ് വേടൻ ഇത്രത്തോളം ആരാധകരും ഇത്രത്തോളം സപ്പോർട്ടേഴ്സും ഉണ്ടായത്. നമ്മളാണെങ്കിൽ പോലും അദ്ദേഹം ഒരുപാട് വിവാദങ്ങളിലേക്ക് വന്നിട്ടും അദ്ദേഹത്തെ മാറ്റി നിർത്തണ്ട എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തിൽ കഴമ്പുണ്ട്, കാര്യമുണ്ട് എന്നുള്ളതുകൊണ്ടല്ലേ. അതുപോലെ താങ്കൾ ഇനിയും ഇതുപോലെ മികച്ച ഗാനങ്ങൾ, ഇതുപോലെ തന്നെ വ്യക്തമായ രാഷ്ട്രീയം പറയുന്ന ഗാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഇനി എങ്ങനെ ഏതെങ്കിലും പുതിയ ഗാനം ഏതെങ്കിലും ചിട്ടപ്പെടുത്തിയിട്ടുണ്ടോ ഇപ്പം നമുക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിക്കാൻ? ഇപ്പോൾ ഒരു പുതിയൊരു ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇങ്ങനത്തെ ഒരു പാട്ടല്ല ഇങ്ങനത്തെ വേറൊരു പാട്ടുണ്ട്, ചെയ്ത പാട്ട് തന്നെ ഉണ്ട്, പാടാൻ പറ്റാത്തൊരു. ഏതാണ് അത്? പുന്നാരപ്പൂമിഴിയാള് തേനൂറും സുന്ദരിയവള്, മക്കത്തെയോ മനമോള് മൊഞ്ചത്തി പെൺമണിയാള്, പാത്തുമ്മ പെണ്ണവൾക്ക് നെഞ്ചകത്തൊരു മോഹമേകാൻ, അഴകേറും പൂമരമായി പരമശിവൻ അന്ന്, അഴകേറും പൂമരമായി പരമശിവൻ.
ഇത് കുറച്ച് കാലം മുമ്പ് ഞാൻ ചെയ്തൊരു പാട്ടാണ്, സെയിം കഥ തന്നെ. എന്താണ് ഇതിന്റെ എന്താ അർത്ഥം? ഇതിന്റെ ഇതിപ്പോ ഞാൻ ഇത് അവരുടെ കല്യാണത്തിലേക്ക് നേരിട്ട് കിടക്കുന്നു സംഭവം ചെയ്തത്. പൂമരമായിട്ട് പരമശിവം വരുന്നത് മറ്റേ പാട്ടിൽ അങ്ങനെയല്ലല്ല, ആ ഖദീജയുടെ കല്യാണം തുടങ്ങിയിട്ടല്ലേ വരുന്നത്. ആ സെയിം പാട്ട് തന്നെ ഞാൻ എഴുതി വേറൊരു പാട്ട്, മാരിവില്ലൊളി തൂകുന്ന മക്ക എന്നൊരു ദേശത്ത് മൊഞ്ചഴും ഖദീജയാൾക്കു കല്യാണ നാള്, മാറിലൂറും മോഹത്താൽ മാനസം കോതിക്കുന്ന മാരനെയും കാത്തിരിക്കും നാള്, മണിമാരനെയും കാത്തിരിക്കും രാവ്, താതിന്ന തകതിന്ന തകതിന്നകതന്തിന്നോ താതിന്ന താനാതിന്ന താനാതിന്നകന്തിന്നു. ഇതിപ്പോൾ എഴുതി വെച്ചേക്കുന്നൊരു പാട്ടാണ്. ഈ എത്ര സമയം എടുക്കും ഒരു ഗാനം ഒന്നിങ്ങനെ ചിട്ടപ്പെടുത്തി എടുക്കാൻ? അത് ട്യൂൺ ചെയ്തെടുക്കാനാണ് പാട്, എഴുതാൻ വലിയ പ്രശ്നമില്ല. പ്രശ്നമില്ല, ഒരു രാഗം അനുസരിച്ച് ട്യൂൺ ചെയ്തെടുക്കണ്ടേ, അതിനാണ് ഏറ്റവും കൂടുതൽ പ്രയാസം. നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വിഷയം തന്നാൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ഗാനം ചിട്ടപ്പെടുത്തി എടുക്കാൻ സാധിക്കും? അമ്മേ ആ ട്യൂൺ ചെയ്തെടുക്കണ്ടേ നമ്മ, അതാണ് വരികൾ എഴുതാൻ പറ്റും. ശ്രമിക്കാൻ പറ്റുമോ? ശ്രമിക്കണേ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു സാധനം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അത്ര പേര് ഞാൻ എനിക്കില്ല, അല്ല നമുക്ക് ശ്രമം അല്ല, ഇത് ശ്രമിക്കുക എന്നുള്ളതാണല്ലോ. ബാക്കി ജനങ്ങൾ നമുക്ക് തീരുമാനിക്കട്ടെ അല്ലേ, എങ്ങനെയുണ്ട് സാധനം എന്നുള്ളത്. ചിലപ്പോൾ ഇത് വലിയ രീതിയിൽ ജനങ്ങൾക്ക് സ്വീകാര്യത ആയിക്കഴിഞ്ഞാലോ, അങ്ങനെയുണ്ടല്ലോ. ഒരു പേനായും ഇതും കൊടുക്കാൻ എന്താ വഴി? വിഷയം നമുക്ക് എന്താ വേണ്ടത്? അതെന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മുടെ കേരളം നേരിടുന്ന കേരളമല്ല ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മതവർഗീയത, മതധ്രുവീകരണം, മതത്തിൻ്റെ പേരുള്ള തമ്മിൽ തെല്ലലുകൾ. മതം മനുഷ്യൻ്റെ മജ്ജയിലും മാംസത്തിലും ഹൃദയത്തിലും തലച്ചോറിലും എല്ലാം ഈ മതം എന്ന് പറഞ്ഞൊരു വികാരം കയറ്റിക്കൊണ്ടുവരുന്ന സമയത്ത് മതമൈത്രി എന്താണെന്നും മതസാഹോദര്യം എന്താണെന്നും ജനങ്ങൾക്ക് ഉത്ബോധിപ്പിക്കുന്ന ഒരു ഗാനം, ഒരു 8 വരി, ഒരു ചെറിയൊരു നല്ലൊരു ട്യൂണും, അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറണം. ഇപ്പം നിങ്ങൾ ചേട്ടൻ പാടിയ പാട്ടുകളെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി. ഇവിടെ നമ്മുടെ ക്യാമറാമാനൊക്കെ ഇരുന്ന് കരച്ചിലായിരുന്നു, കണ്ടല്ലോ. അപ്പം അതുപോലത്തെ അത്തരത്തിലുള്ളൊരു ട്യൂണും അത്തരത്തിലുള്ളൊരു വരികളും ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ചേട്ടൻ ബാക്കി നമ്മൾ ചേട്ടന് തന്നിരിക്കുന്നത്, ബാക്കിയെല്ലാം ചേട്ടന് വിട്ട് തന്നിരിക്കുക. ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് ഇട്ടെ ഞങ്ങൾ എത്ര മിനിറ്റ് കൊണ്ടാണ് എഴുതുന്നത്. നിമിഷനേരം കൊണ്ട് ഇവിടെ കമൻട്രി വരാം. ഇവിടെ നിന്ന് നിമിഷനേരം കൊണ്ട് വാക്കുകളെ പോലും അവഗണിച്ചുകൊണ്ട് എന്താണ് എഴുതുന്നതെന്ന് കാണാൻ ഞാൻ ആകാംക്ഷയോട് കൂടി, പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആകാംക്ഷയോട് കൂടി നമ്മുടെ ഈ ചുറ്റിയിരിക്കുന്ന നമ്മുടെ ക്രൂ മെമ്പേഴ്സും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. കേവലം നിമിഷ നേരം കൊണ്ടാണ് എഴുതുന്നതെന്നും കൂടി ജനങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ഇതിലേ ഉള്ളൂ ജനങ്ങൾ കാണാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത, ചിലപ്പം ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വലിയൊരു ഹിറ്റിലേക്കായിരിക്കും ചിലപ്പോൾ ഈ ഗാനം പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ബാക്കി അതാനോ എന്തായാലും ഇന്നത്തെ സമൂഹത്തിന് ആവശ്യകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് നമ്മൾ ചേട്ടന് കൊടുത്തിരിക്കുന്നു. ചേട്ടൻ പറയുന്ന രാഷ്ട്രീയം അതുതന്നെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഒരു മികച്ചൊരു ഗാനം ചിട്ടപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് പെട്ടെന്നുള്ള സംഭവം. അപ്പോൾ ചേട്ടൻ വളരെ നിമിഷം, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 മിനിറ്റ്, വെറും 3 മിനിറ്റ് കൊണ്ട് ഒരു 8 വരി എഴുതി അതിൻ്റെ ട്യൂണും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ഇനി നമുക്കത് കേൾക്കാം. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് 3 മിനിറ്റ് കൊണ്ട് എഴുതിയ കവിതയിൽ എന്ത് തെറ്റുണ്ടല്ലോ ജനങ്ങൾ സഹിക്കും, പൊറുക്കും. മനസ്സിൻ്റെ ഉന്മാദമാകണം സ്നേഹം, മനുഷ്യൻ്റെ മോഹങ്ങളാകണം സ്നേഹം. മനസ്സിൻ്റെ ഉന്മാദമാകണം സ്നേഹം, മനുഷ്യൻ്റെ മോഹങ്ങളാകണം സ്നേഹം. മതമെന്ന വിഷസർപ്പമുടലെടുക്കും മുൻപേ മനുഷ്യനായി മാറാം, മനുഷ്യനായി മാറാം. മതമെന്ന വിഷസർപ്പമുടലെടുക്കും മുൻപേ മനുഷ്യനായി മാറാം, മനുഷ്യനായി മാറാം. മതമൈത്രി വാഴുന്ന ജീവിതം പൂക്കുന്ന മാനവനായി, മതമൈത്രി വാഴുന്ന ജീവിതം പൂക്കുന്ന മാനവനായി പുനർജനിക്കാം നമുക്കിന്നും എന്നും എവിടെയും പുനർജനിക്കാം. കിടിലൻ സാധനം.
ഇത്തരത്തിൽ ഇത് ഞാൻ ചോദിക്കുന്ന ഈ നിമിഷ നേരം കൊണ്ട് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു കവിത രചിക്കാനും ഇത്ര പെട്ടെന്ന് തന്നെ മനസ്സിലപ്പോൾ ആ ട്യൂൺ ഇട്ടുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ എഴുതിയത്? അത് പെട്ടെന്ന് ഇപ്പോൾ ഒരു ട്യൂൺ അങ്ങനെ വന്നു, അപ്പോൾ ആ രൂപത്തിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. കിടിലൻ കിടിലൻ. ഇത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ അല്ലേ? അതെ അതെ. സ്വാഭാവികമായിട്ടും ചേട്ടൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പുള്ള ഗാനത്തിലൂടെ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മളൊരു വിഷയം തന്നു, ആ വിഷയത്തിലും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള നല്ല അടിപൊളി ഒരു ഗാനവും ജനങ്ങളിലേക്ക് എത്തിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ചേട്ടാ, ഇപ്പം നിലവിൽ വേറെന്തെങ്കിലും ഈ ഗാനരചന അല്ലാതെ വേറെന്തെങ്കിലും തൊഴിലുണ്ടോ? ഞാൻ മെയിനായിട്ട് കൽപ്പണിയാണ് എനിക്കുള്ളത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ടീമുകളെ ഞാൻ ഈ സ്ത്രീകളെ ചിന്തുപാട്ടുകൾ പഠിപ്പിക്കുന്നുണ്ട്. ചിന്തുപാട്ട് എന്ന് പറയുമ്പോൾ ഈ അയ്യപ്പൻ വിളക്കിനൊക്കെ പാടുന്ന പാട്ട്. അങ്ങനെ എഴുതിയ ഒരുപാട് പാട്ടുകളുണ്ട് ഞാൻ. അതിനകത്ത് ഇപ്പോൾ കുറേ ഒരുപാട് ഒത്തിരി പാട്ടിലിപ്പോൾ ആ പാട്ടിനെ കുറേ എഴുതിയിട്ടുണ്ട്. ചിന്തുപാട്ടെന്ന് പറയുമ്പോൾ അവരെ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പാട്ട്. ഒരുപാട് സ്ത്രീകളാണത്. ഉടുക്ക് പാട്ടെന്ന് പറയും, ശാസ്താം പാട്ടല്ല കേട്ടോ. ഉടുക്ക് പാട്ട്, ഉടുക്കോട്ടും പാട്ടല്ല, ചിന്തെന്ന് പറയുന്നത് ഞങ്ങളുടെ മേഖലകളിൽ. അങ്ങനെയുള്ള പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് അധികം ടീമുകളുണ്ട് പല പല സ്ഥലങ്ങളിലായിട്ട്. ഞാൻ ചേട്ടനോട് സ്വാഭാവികമായിട്ടും ഇത് സംസാരിക്കുന്ന നമ്മുടെ ടോപ്പിക് ഇങ്ങനെ വ്യതിചലിച്ചു പോകൊണ്ടാണ് എനിക്ക് ചോദിക്കാൻ പറ്റായിരുന്നത്. ചേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ വ്യതിചലിച്ചു പോയി. നമ്മുടെ വത്സമ്മ ടീച്ചറിൻ്റെയും ഒരു ടീച്ചറിൻ്റെയും പത്മജ ടീച്ചറിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ ഡ്രസ്സ്, അതുപോലെ എന്താ ബുക്കുകൾ ഇതുപോലെയൊക്കെ മേടിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് എന്തെന്ന് എനിക്കത് ക്ലിയർ ആയില്ലായിരുന്നു. അത് സ്കൂളിലേ ഇപ്പോൾ ഒരു കലോത്സവത്തിന് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് ഫെയർ ആയാലും അല്ലെങ്കിൽ വല്ല ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടാത്തൊന്നുമല്ല അത്. പക്ഷേ എനിക്ക് അവരുടെ വക എപ്പോഴും ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് കിട്ടുന്ന കൂടാണ്ട് എന്നെ കൊണ്ടുപോകുന്നതൊക്കെ ടീച്ചർമാരായിരുന്നു. അവരിന്ന് വിളിച്ചതിന് സോറിയില്ല, ഗുരുക്കന്മാരങ്ങനെ വിളിക്കാൻ പാടില്ല, അത് അതിന് പറ്റിപ്പോയി. അപ്പോൾ ടീച്ചറുടെ ആ ഗുരുനാഥൻ്റെ എന്നുള്ള ഒരു പ്രസൻറ്റ്, അത് സാന്നിധ്യം കൊണ്ടും എല്ലാം കൊണ്ടും എനിക്ക് ഉണ്ടാവാറുണ്ട്. വളരെയേറെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് എന്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത് പോയി കണ്ടിരുന്നു ടീച്ചറെ, വത്സമ്മ ടീച്ചറെ പോയി കണ്ട്. അത് ആളുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. മറ്റുള്ള ടീച്ചർമാരെയൊക്കെ ഒന്ന് പോയി കാണാൻ പറ്റിയില്ല. ഉമയബ് ടീച്ചർ, അങ്ങനെ ഒരുപാട് ടീച്ചർമാരുണ്ട്. ഗിരിജ ടീച്ചർ, കുറേ പേരുണ്ട്. ഇപ്പം ഈ ഒരു ഓട്ടപ്പാച്ചിലായതിൻ്റെ പേരിൽ അത് കഴിഞ്ഞിട്ട് ഇത് ഒരുപാട് നല്ല അനുഭവങ്ങൾ. എന്തെങ്കിലും മോശം അനുഭവങ്ങൾ എന്തെങ്കിലും വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് പോലും ട്രിഗർ ചെയ്യുന്ന, നമ്മുടെ ലൈഫിലൊന്നും ട്രിഗർ ചെയ്യുന്ന, നമ്മൾ ഒഴിവാക്കി നിർത്തുക അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുക എന്നൊക്കെ പറയുന്ന എന്തെങ്കിലും ഒരു അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടില്ല. അതായത് ഞാനെന്നും ഈ ഒരു കലാകാരനായതിൻ്റെ പേരിലായിരിക്കാം. നമുക്ക് ഏത് ക്ലാസ്സിൽ എപ്പോഴും കയറാം. ഈ സാഹിത്യ സമാജമൊക്കെ ഉണ്ടായ സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് വൈകുന്നേരം പാട്ടോടെ കൊണ്ടുപോകുന്ന തന്നെയാണ്. പിന്നെ സ്കൂളുകളിൽ കവിത, സ്വാതന്ത്ര്യ ദിനത്തിന് കവിതാ പാരായണം ചെയ്യുന്നത് ഞാനാണ്. വയലാറിൻ്റെ കവിതകൾ, ഒരു മസൂൻ നായർ ചെയ്ത കവിതകളൊക്കെ, കുഞ്ഞെടുത്തി ഓവൻ ഇതൊക്കെ ഞാൻ ചൊല്ലിയത്. കവിതയാണ് ഞാൻ ആദ്യം ചൊല്ലി തുടങ്ങി. അപ്പം അങ്ങനെ അവിടെ സ്കൂളുകളിലൊക്കെ എനിക്ക് അങ്ങനെ വേറൊരു അങ്ങനെ അഭിപ്രായം എനിക്ക് കിട്ടിയിട്ടില്ല. എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇല്ല, മാറ്റിയെടുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഒന്നും ഇന്നുവരെ ലൈഫുണ്ട്. നമുക്ക് എവിടെ ചെന്നാലും ഒരു സ്ഥാനം സ്വീകാര്യത ഉണ്ടാവാറുണ്ട്. അത് ഈ നിമിഷം വരെ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് എന്താണെന്ന് നമുക്കറിയില്ല. ഒരു ദൈവം അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഞാൻ പറയുന്ന മലയാള സിനിമ ഈ ശബ്ദത്തെ ഉപയോഗിക്കുക, ഈ ഗാനരചന പാഠവത്തെയും ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആവശ്യവും നമ്മുടെയൊക്കെ ഒരു ആഗ്രഹവും. കാരണം അത്രത്തോളം മെൽറ്റാണ് നിങ്ങളുടെ സൗണ്ട്. ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്ന ഒരു ശബ്ദമാണ്. ആ ശബ്ദം കൂടുതൽ ഉപയോഗിക്കട്ടെ, ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നമ്മളത് അവസാനിപ്പിക്കുമ്പോൾ ഒരു നല്ലൊരു സോങ്ങും കൂടി കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഏതെങ്കിലും ഒരു മലയാള ഗാനം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പൊ ഈ വൈറലായ പാട്ടിന് ഞാനും ആ പാടിയ കുട്ടിയും കൂടി പാടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട്. അതങ്ങനെ ഒരു മെസ്സേജ് ആയിട്ട് തന്നെ പറയുന്നു. നമ്മുടെ ഗാലറി വിഷൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റിംഗ് എന്ന് പറയുന്ന പോലെ നമ്മൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഒരു മികച്ച ഒരു ഏതെങ്കിലും ഒരു മലയാള ഒരു ഗാനം കൂടി കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാനിത് എന്നിപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഗൾഫ് നിവാസികൾക്ക് വേണ്ടി ഞാൻ ഈ ഒരു പാട്ട് ഡെഡിക്കേഷൻ ചെയ്യാം. എഴുതിയിട്ട് കുറേ നാളായി ഈ പാട്ട്. ചെല്ലക്കാറ്റാ വഴി വന്നോ ചൊല്ലിയച്ചോരൻ ഇഷ്ടം
പറഞ്ഞോ ചാരേ വന്നു കാതോരം മോഹമേകിയോ ചെല്ലക്കാറ്റാ വഴി വന്നോ ചൊല്ലിയച്ചോരൻ ഇഷ്ടം പറഞ്ഞോ ചായങ്ങൾ നിറയും രൂപങ്ങളെല്ലാം ചേലൊത്ത നിന്നോർമ്മയേകുന്നു ചേർന്നും നിരിക്കാൻ മോഹങ്ങളേറി ചേരുന്ന സ്വപ്നങ്ങൾ കാണുന്നു ചൂടേറുമീ മരുഭൂവിൽ കഴിയുമൻ ചൂടാറ്റും കുളിരാണു നീ ചൂടാറ്റും കുളിരാണു നീ ചെല്ലക്കാറ്റാ വഴി വന്നോ ചൊല്ലിയച്ചോരൻ ഇഷ്ടം പറഞ്ഞോ ചരൽ വഞ്ചിപ്പുഴയും ചൊരിയുന്ന മഴയും ചിരിയോടെ മറയുന്ന നിൻമുഖവും ചില നേരമെല്ലാം ചിന്തിച്ചിടുമ്പോൾ ചെറുപ്രായക്കാരനായി മാറും ഞാൻ ചിതൽ പോലും അറിയാതെ മനസ്സിൻ്റെ ചുവരിൽ മയങ്ങുന്ന മയിൽപ്പീലിയാണു നീ മയങ്ങുന്ന മയിൽപ്പീലിയാണു നീ ചെല്ലക്കാറ്റാ വഴി വന്നോ ചൊല്ലിയച്ചോരൻ ഇഷ്ടം പറഞ്ഞോ ചാരേ വന്നു കാതോരം മോഹമേകിയോ ചെല്ലക്കാറ്റാ വഴി വന്നോ ചൊല്ലിയച്ചോരൻ ഇഷ്ടം പറഞ്ഞു. താങ്ക് യു. ചെല്ലക്കാറ്റായി തന്നെ ഈ ഗാനവും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ മന്ദമാരതിനായി കടന്നു ചെല്ലട്ടെ. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ച നേടാനും വലിയ ഉന്നതങ്ങളിലെത്താനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു.